അച്ഛാ, ഞാൻ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ട്. ആവണീന്റെ കൂടെയാ. ഓളെ ബർത്ത്ഡേ ഇന്ന്. ആ ശരി. പിന്നെ ഓളെ വീട്ടിൽ രാത്രി ഒരു കേക്ക് മുറിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയാ? അപ്പൊ നിന്നെ ആരാ കൊണ്ടാക്കുവാ? അച്ഛനൊന്ന് കൂട്ടാൻ വരുമോ? ഓ അത് ശരി. ആ ശരി, ഞാൻ വരാം. നീ ഓള് പറയുന്നതിനൊന്ന് തുള്ളിക്കൊടുക്കണ്ട കേട്ടാ. ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നല്ലോ അച്ഛമ്മേ, അതിനെന്താ പ്രശ്നം? രാത്രിക്കുള്ള പോക്കിനോടാ എനിക്ക് എതിർപ്പ്. എനിക്കറിയുന്ന വീടാമ്മേ, നല്ല ആൾക്കാരാണ്. നിന്റെ മോളെ ഫോണോണ്ടുള്ള കളി വല്ലാണ്ട് കൂടുന്നുണ്ട്. അച്ഛമ്മ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. അമ്മയെക്കുറിച്ചല്ലേ? അതെന്നും പറയുന്ന കാര്യല്ലേ. എന്തിനാ അച്ഛമ്മേ രാവിലെ തന്നെ ഓരോന്ന്? ഇതൊന്നും ഇല്ലാത്ത കാര്യ. അമ്മ ഇഷ്ടമുള്ള ആളുടെ കൂടെ പോയി. അത് അമ്മയുടെ ഇഷ്ടം. അതിന്റെ കഷ്ടപ്പാട് എനക്കല്ലേ. പ്രായമുള്ള ആളല്ലേ മോളെ, വിട്ടുകളാ. അഗി, ഒന്നിങ്ങോട്ട് വാ. ഞാൻ തേക്ക് അച്ഛാ. എന്റെ തേപ്പ് കഴിഞ്ഞാല് മൊബൈലോട് തോന്നി വരണേ. ശരി അച്ഛാ. ആ കിരണേ, നിനക്കവിടെ സുഖാണോടാ? എന്തേ വിളിച്ചേ? ആവണീന്റെ ബർത്ത്ഡേ ഉണ്ട്. രാവിലെ ഓളെ ഒരു റീൽസ് എടുക്കണം. രാത്രി ഒരു കേക്ക് മുറി കൂടി ഉണ്ട്. അതിന്റെ ഫോട്ടോ കൂടി എടുത്തോ. പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എന്നാ ഞാൻ ക്യാമറ വിളിച്ചേൽപ്പിക്കാം. ഓക്കെ. നീ ഇനി എപ്പോഴാ നാട്ടിലേക്ക്? 2 മാസം കഴിയും. എന്നാ ശരിയടാ, എനിക്ക് കേൾക്കാം. എന്നാ ശരി. ഇന്ന് മാതൃദിനല്ലേ, നീ ഇടാൻ പറ്റിയ നല്ലൊരു പോസ്റ്റ്. ഇതൊക്കെ അച്ഛനെങ്ങനെ അറിയാം? ഫേസ്ബുക്കിൽ 1-2 ആൾ ഇട്ടിട്ടുണ്ട്. എനിക്കും നല്ലൊന്നും ഇടണം. ഇതിട്ടോ അച്ഛാ. ഇതിനെന്തോ ഒരു മജയില്ല. ഇതൊക്കെ ഇട്ടാലേ അച്ഛനൊരു നിലയും വിലയുണ്ടാവും. മോളെ അഗി, വരാം അമ്മേ. ഇവിടെ കാര്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴാ ഓളിയൊരു. എന്നാ പിന്നെ ഇതന്നെ ഇടാല്ലേ? ധൈര്യത്തിലിടച്ചാ. കൊള്ളാലോ, ഇൻസ്റ്റയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം തുടങ്ങിയതാ. ചൊവ്വ വരെ എത്തണോ ഇന്ന്? ഒരു 8:30 ഇറങ്ങണോന്ന് വിചാരിച്ചതാ. റോക്കറ്റിലല്ലേ പോന്ന്, വേഗം കത്തും. ചളി വിറ്റു പറഞ്ഞേ അമ്മയെ ദേഷ്യം പിടിപ്പിക്കല അച്ഛാ. ഇന്നേടിയാ പണി. നാട്ടിൽ തന്നെയാ. ഹലോ അമലെ. ചാമട്ടാ, എനിക്കിന്ന് ക്യാമറ വേണം. എടാ, നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കിരണിന്റെ പെങ്ങളില്ലേ ആവണി, അവളുടെ റീൽസ് ചെയ്യാൻ വേണ്ടി. ഓനും തന്നെ രാവിലെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. എടാ അമലെ, ഓളെ ചങ്ങായിണ്ടാ, രാജേഷിന്റെ മോള്. ആര്? നന്ദനയോ? ആ അതേടാ. ഇല്ല, ഇങ്ങക്കോളെ അറിയോ? അറിയാ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാ. എനിക്കറിയാവുക, ഓളമ്മ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാ. അത് ഞാൻ അറിഞ്ഞു. ശരിയെന്നാ, ക്യാമറ വീട്ടിലുണ്ട്, നീ അവിടെ പോയി എടുത്തോ, ഞാൻ വിളിച്ച് പറയാം. ഓക്കെ ശരി.
ആ പ്രതിഭ വാ ഇവിടെ വന്നിരിക്കേ. ആടെ ഇരുന്നാ എന്റെ പണിക്കൊക്കെ നടക്കൂലപ്പാ. അങ്ങനെയൊന്നുമില്ല, വന്നിട്ട് ഇരിക്ക്. അല്ലേ എനിക്ക് പണിയൊന്നും ഇല്ലേ? നമ്മുടെ രാജീവനല്ലേ, ഓനൊന്ന് ലീവാ, പിന്നെ ഒറ്റക്കെടുക്കാൻ പറ്റൂല. ഓനെന്നാടെ പറ്റിയേ? ഓൻ എന്നെ വിളിച്ചിന്. അപ്പം ഞാൻ പറഞ്ഞേ എനക്ക് മൂടില്ലാന്ന്. അന്നേരം ഓൻ പറയാ ഓനും മൂടില്ലാന്ന്. എന്റെ മോനിപ്പോ എന്നാ പരിപാടി? മര്യാദക്ക് ഇലക്ട്രീഷ്യനായിട്ട് പോയതാ. ഇപ്പൊ ഫോട്ടോ എടുത്ത് നടക്കല പരിപാടി. അതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്ത് കാര്യം? ഒരു കാര്യമില്ല. നീ വാ. നോക്കിയാ അല്ല, കിരണിന്റെ ഉദ്ദേശം എന്താ? പെങ്ങളെ സെലിബ്രിറ്റി ആക്കാനാ? അവൾക്ക് നല്ല ടാലന്റ് ഉണ്ടടാ. ടാലന്റ് മാത്രമല്ല, വീട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ട്. നിന്റെ പെങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു വരുമെന്ന് വെച്ചിട്ട് നീ എടുത്തു കൊടുത്തിനാ? ആരും സ്വന്തം പെങ്ങളുടെ മോഡലിംഗ് ഫോട്ടോ ഒന്നും എടുക്കൂല. കിരണിന്റെ സ്വന്തം പെങ്ങളല്ലടാ അവണി. നീ അതൊക്കെ വിട്, ഏറ്. അവിടെ എത്താൻ ലേറ്റായി. ക്യാമറയോ? അത് പോകുന്ന വഴിക്ക് എടുക്കാം. എടാ ഒന്ന് നിർത്തിയടാ. നീ പോയി ക്യാമറ എടുത്തു വാ, ഞാൻ ഒന്ന് വലിച്ചിട്ട് വരാം. ഇത്ര നേരം അവിടെ വെറുതെ ഇരുന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് വലിക്കാൻ അപ്പൊ തോന്നുന്നത്? സാധനം കയ്യിലില്ലല്ലോ. എന്നാ വേഗം വലിക്ക്, ഞാൻ പോയി ക്യാമറ എടുത്തിട്ട് വരാം. ചേട്ടാ ഒരു വിൽസ്. ആ അമലല്ലേ? അതെ. ഇപ്പൊ ശ്യാമേട്ടൻ വിളിച്ചിരുന്നു, ക്യാമറ കാള് വരും പറഞ്ഞിട്ട്. നിന്റെ വീട് എവിടെയാ? കാപ്പുമ്മല്. ഓ അപ്പൊ അടുത്ത് തന്നെ. എന്നാ ഞാൻ പോട്ടെ, ഒരു റീൽസ് എടുക്കാനുണ്ട്. ആ ഓക്കെ. ശരിയെന്നാ. എപ്പോൾ ഇവൻ്റെ വാലയെ നടക്കാൻ തന്നെ കിട്ടൂല. ഇന്ന് പിന്നെ ആവണീൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ വന്നത്. ഹാ, എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് പൊളിക്കാൻ കഴിച്ചു. എടാ ഇപ്പൊ സമയം 11 മണിയായി. നമുക്ക് കാപ്പമ്മ ഷാപ്പിൽ പോയിട്ട് ഓരോ കുപ്പി കള്ളുടി, പിന്നെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഉറങ്ങിയാലേ 4 മണിയായി കിട്ടും. പിന്നെ രാത്രി വരെ വന്നിട്ട് ഇരിക്കാലോ. എന്നാ ശരി, പോകാം.
ഇത്രയും കാലം നിർബന്ധിക്കാതിരുന്നേ നിനക്ക് എക്സാം ഒക്കെ ഉള്ളോണ്ടാ. ഫോട്ടോഷൂട്ട് റീൽസ് ഒന്നും എന്നെ കൊണ്ടാവൂലേ? ഈ അമലനെ നിർബന്ധിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായെന്നോ. ഓ, അപ്പൊ അതാണ് കാര്യം. അയാൾക്ക് വേണ്ടിയാണ് ഈ നിർബന്ധം. അവന് നിന്നെ പറ്റി പറയുമ്പോ എന്തോ ഒരു ഉള്ള പോലെ. പ്രേമ, അതിനെന്നെ കിട്ടൂല. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. അവൻ അങ്ങനെയൊന്നുമില്ല. നീ നല്ലൊരു മോഡലായി അവന് തോന്നിക്കാണും. അമല കിരണേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നന്ദ നല്ല ഫോട്ടോ ഫിഗർ ആണെന്ന്. നീ ഭയങ്കര ക്യൂട്ടല്ലേ. വാ പോവാ, നിന്റെ ചളിയിട്ട് മതിയായി. കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കടി. ഇനി ബാക്കി ചളി നിന്റെ വീട്ടിൽ നിന്നാവാ. ആ എന്നാ പോവാ. വേഗം വരണമെന്ന് അമ്മ പറഞ്ഞിന്. അവർക്ക് ബ്രിഡ് കോയിൽ പോണം. ബ്ലാക്ക് ഫോറസ്റ്റ് എടുക്ക ഏട്ടാ. അവനിക്ക് അതല്ലേ ഇഷ്ടം. ആയിക്കോട്ടെ. ഏതാ എടുക്കേണ്ടത് തിരിയുന്നില്ല. ബർത്ത്ഡേ കേക്കാ? വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ബെൻഡോ കേക്ക്. ആ, ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ എടുക്ക അല്ലേ. അവനിക്ക് അതാണ് ഇഷ്ടം. അത് മതി. അവിടെ ഒന്ന് എഴുതി കൊടുക്കേ. മോളെ പേര് പറഞ്ഞോട്ടെ. ഏട്ടാ ഹാപ്പി ബർത്ത്ഡേ ആവണിന്ന് എഴുതിക്കോ. നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഞാൻ ട്രാൻസ്ഫറായി, ഇപ്പം പാനൂരിലാണ്. നിങ്ങൾ 6 മൈലിലെ പീടികയിൽ ഞാൻ പോകാറുണ്ട്. വാങ്ങിച്ചോ, ഇതാ പൈസ. ശരി, പോകാം. ചെറിയൊരു ഫംഗ്ഷന് ഇത്ര വലിയ അലങ്കാരമൊക്കെ വേണം. ഇത് അച്ഛന്റെ പഴയ കാലമൊന്നുമല്ല, ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളതാ. അച്ഛൻ പോയെന്ന് റെഡി ആയിക്കേ. അമലേ, ഞങ്ങളൊരു ടൈറ്റ് സ്നാപ്പ് അടിച്ചേ. ഞാനേ ഒന്ന് റെഡി ആയിട്ട് വാ. ഇപ്പൊ യൂണിഫോമിലല്ലോ, ഒരു ഫോട്ടോഷൂട്ട് ആയാലും. പിന്നെ ആ വിഷ്ണു, എന്താടാ? ഞാൻ ആമണിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഫോട്ടോഷൂട്ടിന്റെ കാര്യല്ലേ? അതെ. എന്റെ പൊന്നു ചേട്ടാ, നമ്മുടെ വെറുതെ വിട്ടേക്ക്. ഒരു സ്റ്റാർ ആകാനുള്ള കഴിവും സൗന്ദര്യമൊന്നും എനിക്കില്ല. എന്നാ തുടങ്ങാ. ആ നീയുടെ കണക്കും കൂട്ടി ഇരുന്നോ? ഒരുത്തിയിടുന്ന് പോയിട്ട് നേരത്രയായി. ഓ അത് ശരിയാ, ഞാൻ കൂട്ടാൻ ചെല്ലാമെന്ന് പറഞ്ഞതാ. ആ നന്ദനെ, അച്ഛൻ വന്നു. ആ ഹാപ്പി ബർത്ത്ഡേ മോളെ. എന്നാ ഭക്ഷണം കഴിക്കാം? ഞാൻ നേരത്തെ കഴിക്കുന്ന കൂട്ടത്തിലാ. മോളെ ഇറങ്ങാം. ഓക്കെ 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 ഓക്കെ, എന്നാ ശരി.
മോളെ തലയൊന്ന് നേരെയാക്കിയ ലൈറ്റായിട്ട് സ്മൈലേ. ഓക്കെ മോളെ. ഏട്ടാ നിങ്ങൾ ഫോട്ടോ ഷൂട്ട് ചെയ്യാറുണ്ടോ? പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഇടാനാ. അതൊക്കെ ഇപ്പൊ എന്റെ ശിഷ്യരാ ചെയ്യാറ്. പണ്ട് ഫിലിം ക്യാമറ ഉള്ളപ്പോൾ മുതൽ മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയതാ. ഇപ്പൊ ഡിജിറ്റൽ വന്നതോടുകൂടി ഇതിലൊന്നും വലിയ കാര്യമില്ലാണ്ടായി. മോള് പേടിക്കണ്ട, ഓൻ അടിപൊളിയായിട്ട് എടുത്തു തരും. മോളിതിൽ പേരും ഫോൺ നമ്പർ എഴുതി വെച്ചാട്ടെ. അമൽ എന്നാ അവന്റെ പേര്. ഈടെ വരുമ്പോ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് ഓനൊന്നും അറിയില്ലേനു. ഫോട്ടോ എടുക്കുമ്പോ പേച്ച് ലൈറ്റ് വീഴാണ്ടിരിക്കാനുള്ള ടെക്നിക്ക് ഞാനാ ഓന് പറഞ്ഞു കൊടുത്തിനി. അമലെ, വർക്കെല്ലാം കഴിഞ്ഞ? ചെറിയ വർക്കല്ല ചേട്ടാ. എടാ അമലെ, എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ഐഡി തുടങ്ങണം. ചേട്ടൻ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. നീ തന്നെ അത് സെറ്റ് ചെയ്ത് തരണം. അതിനെന്താ ചേട്ടാ, ചേട്ടൻ ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. അതിലൂടെയല്ലേ ഇപ്പൊ വർക്കൊക്കെ കിട്ടുന്നത്. ശരിയാ, എൻ്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് നന്ദനെ വെച്ച് ചെയ്യണമെന്നാ എൻ്റെ ആഗ്രഹം. അത് നടക്കുന്നതൊന്നുമില്ല. ഞാൻ തന്നെ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷേ ഒരു കാര്യം, എന്നെങ്കിലും അവൾ എൻ്റെ ക്യാമറക്ക് മുന്നിൽ വന്ന് നിന്നിരിക്കും. മതി. അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു ഫോട്ടോഷൂട്ടിന് നീ അവളെ എൻ്റെ മുന്നിൽ എത്തിക്കണം. അതുകൊണ്ട് എന്താ ചേട്ടാ എനിക്ക് ഗുണം? ചെറിയൊരു ഗുണമുണ്ടെന്ന് വെച്ചോ. മനസ്സിലായില്ല. ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടുന്നല്ലേ, അങ്ങനത്തെ ഒരു പാല ഇത്. ഏതേട്ടാ ഈ കുട്ടി? അതൊക്കെ പറയാം. ഏതായാലും നിന്റെ ഫീൽഡിനോട് താല്പര്യമുള്ള കക്ഷിയാ. പക്ഷെ ആദ്യം നന്ദന, അത് കഴിഞ്ഞിത്. എഗ്രി.